മുത്തശ്ശ, ഒരു കഥ പറഞ്ഞു തരുമോ? എന്ത് കഥയാ പറയണ്ടേ? നിധി തേടിപ്പോയ രാജകുമാരന്റെ കഥ മതിയോ? ആ കഥ വേണ്ട മുത്തശ്ശ, കേട്ട് കേട്ട് ബോറടിച്ചു. വേറെ കഥ പറ. എന്നാ പിന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ദുഷ്ടനായ ഭൂതത്തിന്റെ കഥ പറയാം. അതെന്ത് കഥയാ മുത്തശ്ശ? പണ്ട് പണ്ട് കൃഷ്ണകുടി എന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെയുള്ളവർ വളരെ സന്തോഷത്തിലായിരുന്നു ജീവിച്ചു വന്നത്. ഗ്രാമവാസികൾ കാട്ടിനുള്ളിൽ പോയി തേൻ ശേഖരിച്ച് അത് നഗരത്തിൽ കൊണ്ടുവരും. അത് വിറ്റായിരുന്നു അവരുടെ ജീവിതമാർഗം. അവിടെ എല്ലാവരും പരസ്പരം വളരെയധികം ഒത്തൊരുമയോടും സഹകരിച്ചുമാണ് ജീവിച്ചു വന്നത്. ഒരിക്കൽ ആ ഗ്രാമത്തിലുള്ളവർ തേനെടുക്കാൻ കാട്ടിനുള്ളിലേക്ക് പോയി. അവിടെയുള്ള കുട്ടികൾ കാടിന് സമീപമുള്ള ഒരു സ്ഥലത്ത് കളിക്കുകയായിരുന്നു. അപ്പോൾ അതിലൊരു കുട്ടി ആ സമീപത്ത് ഒരു കിണർ കാണുന്നു. ബാക്കിയുള്ള കുട്ടികളും അവിടേക്ക് ചെല്ലുന്നു. വരണ്ട് കിടക്കുന്ന കിണറ്റിനുള്ളിലേക്ക് ഒരു കുട്ടി കല്ലെടുത്ത് കളിക്കുന്നു. കല്ല് താഴെ ചെന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കേട്ട് രസം കൊണ്ട് ബാക്കിയുള്ള കുട്ടികൾ എല്ലാവരും കല്ല് പെറുക്കി കിണറ്റിനുള്ളിലേക്ക് ഇടുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ കിണറ്റിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ഭൂതമുണ്ടായിരുന്നു. കല്ലുകൾ വീഴുന്ന ശബ്ദം കേട്ട് ഭൂതം നിന്ന് നിൽക്കുന്നു. കുട്ടികൾ കല്ലെറിയുന്നത് കണ്ട ഭൂതം വളരെ കോപിതനാവുന്നു. കുട്ടികളുടെ ഉല്ലസിച്ചുള്ള ചിരി ഭൂതത്തെ വളരെയധികം കോപിതനാവുന്നു. തന്റെ ഉറക്കത്തിൽ നിന്ന് തന്നെ ഉണർത്തി ശല്യം ചെയ്ത ആ ഗ്രാമത്തിലെ കുട്ടികൾ ആരും ഇനി ചിരിക്കാൻ പാടില്ലെന്ന് ഭൂതം തീരുമാനിക്കുന്നു. ഭൂതം ഓരോ ദിവസവും ആ ഗ്രാമത്തിലെ കുട്ടികളെ തട്ടിയെടുത്ത് മാതാപിതാക്കളെ കാണാതെയുള്ള കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ ഭൂതം വളരെ സന്തുഷ്ടനാകും. ഇനി ആ കുട്ടികളെ എല്ലാം മാറാം മുത്തശ്ശ രക്ഷപ്പെടുത്തുന്നത്. ആ കുട്ടികളെ രക്ഷിക്കാൻ ആ ഗ്രാമത്തിൽ നിന്നുള്ളൊരു യോദ്ധാവ് വന്നു. പക്ഷെ ആ യോദ്ധാവും പരാജയപ്പെട്ടു. എന്നിട്ട് ആ കുട്ടികളെ രക്ഷിക്കാൻ ആ ഭൂതത്തെ കിണറ്റിൽ ബന്ധിച്ചിരുന്ന രാജാവ് തന്നെ വന്നു. ഇനി എന്ത് സംഭവിച്ചു മുത്തശ്ശ? ഹലോ. ഓക്കെ പറഞ്ഞോ. ഞാൻ നോക്കട്ടെ. ഉണ്ട് കേട്ടോ. ശരി. ഓക്കെ ശരി. Dapoy. വന്ന കാര്യം പറഞ്ഞിട്ട് പോകാൻ നോക്കി. എനിക്ക് ട്യൂഷന് പോകാനുള്ള. നിന്റെ നിപ്പ് കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ വന്ന് സംസാരിക്കാനായിരിക്കും. വാ പോവാം. ഇതെന്താ ഈ തവണ പിണങ്ങാൻ കാര്യം? അവളുടെ അമ്മ പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നാ. അവര് വിളിച്ചിട്ട് ഞാൻ പോയില്ല. അമ്മ പോവാൻ മേലായിരുന്നോ? പോണെന്നൊക്കെ ഞാൻ ഓർത്താടാ. അപ്പോഴാ രാഹുല് പടത്തിന് പോവാന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ പിന്നെ അങ്ങോട്ട് പോയി. എടാ ദുഷ്ട, അന്നല്ലേ എനിക്ക് എക്സാം ഉണ്ടെന്ന് പറഞ്ഞ് നീ എന്നെ കൊണ്ടുപോവാഞ്ഞേ? എക്സാക്ട്ലി.
കണക്കായിപ്പോയി. എങ്ങനെയും ഒന്ന് ആ ശരി. ഈ ചെറുക്കനെ കാണുന്നുമില്ല. അവിടെ പോയി കുറെ നേരം ആയല്ലോ പോയിട്ട്. എന്തായി മുംബൈ വണ്ടി ഇപ്പൊ വരാം കേട്ടോ. കഴിഞ്ഞോ നിന്റെ പ്രശ്നം? ഞാനത് വിട്, എന്റെ ഭാഗത്ത് തന്നെയല്ലേ. നിന്നെ എത്ര വിളിച്ചു? നീ എന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഞാൻ എന്തിനാ വാട്സപ്പിൽ എന്നെ ബ്ലോക്ക് ചെയ്തേ? നീ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല, ഞാൻ ബ്ലോക്ക് ആക്കിയതാ. അത് വിട്, എന്റെ ഭാഗത്ത് തന്നെയാ. ശരി, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? പിജിയില് അവരൊക്കെ ജോലിക്ക് പോയി. താനെന്നാ പോവാഞ്ഞേ? ഓ, എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. അതെ, ഒരു കാര്യം പറയട്ടെ. ചാട്ടങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പോയേ പോയേ പോയേ. ഹലോ, പറയടാ. അപ്പുവിനെ ആരാണ് തട്ടിക്കൊണ്ട് പോയടാ. ആടാ, വിമലയുടെ സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ട്. ഞാനിവിടെ കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുക. ആ ശരി ശരി, നിക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ പുള്ളീനെ വിളിച്ചായിരുന്നു. പുള്ളി തിരുവനന്തപുരത്താന്നാ പറഞ്ഞേ. ശരി ശരി ശരി, ഞാൻ വിളിക്കാം. വിമലേട്ടാ, എന്റെ ഡോണി, എനിക്ക് കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ടായിരുന്നോടാ. നിന്റെ കൂടെ അല്ലേ അവൻ വന്നേ? കൊച്ചല്ലേടാ അവൻ. അവന്റെ അമ്മ ഇതറിഞ്ഞ് ഈ നിമിഷം വരെ കരച്ചു നിർത്തിയിട്ടില്ല. ഞാൻ ചേച്ചി ഒന്ന് കണ്ടോട്ടെ. വേണ്ടടാ, നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അവിടെ പോലീസുകാർ ഓരോന്ന് ചോദിക്കുക. പോലീസ് എന്തെങ്കിലും പറഞ്ഞു? അവര് നോക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. ഇനി അവന്റെ അച്ഛൻ വിജിലൻസിലായോണ്ട് പുള്ളിക്ക് ഒത്തിരി ശത്രുക്കളുള്ളതാ. ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുള്ളോ, ഇത്തിരി പ്രശ്നത്തിലൊന്നും പോയി തലയിടല്ലേന്ന്. ഇനി ആരെങ്കിലും പുള്ളിയോടുള്ള ദേഷ്യത്തിൽ തട്ടിക്കൊണ്ട് പോയാണെന്ന് ആർക്കറിയാം. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ ഒന്ന് പൈസേനെ കണ്ടിട്ട് വരാം. സാറേ, ഇതാ പയ്യൻ ധോണി. ടോണി, ഇവിടെ മാറി നിൽക്കടാ. സത്യം പറയടാ, കൊച്ചിനെന്ത് സംഭവിച്ചടാ? ആർക്കാണ് നീ അവനെ കൊടുത്തത്? എത്ര രൂപയ്ക്കാണ് അവനെ കൊടുത്തത്? സത്യം പറഞ്ഞു. സ്റ്റേഷനിൽ പോയ എന്റെ ചോദ്യം ഇങ്ങനെയൊന്നും അല്ലായിരിക്കും. പറയടാ. സാർ എന്തീ പറയുന്നേ? എന്റെ അപ്പുന് ഞാൻ കൊടുക്കൂ? വിമലേട്ടാ, എന്ത്
സാർ ഡോണി അങ്ങനെ ചെയ്തില്ല. നീ ആരടാ? ഞാൻ എൻ്റെ കൂട്ടുകാരൻ സാർ. കൂട്ടുകാരനൊക്കെ അങ്ങോട്ട് മാറി നിക്കടാ. സാറേ ഡോണി നമുക്ക് അറിയാവുന്നവനാ. അവൻ അങ്ങനെ ചെയ്തില്ല സാറേ. സാറേ കുട്ടിയുടെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവന്റെ കൂടെ മൊഴി എടുത്തിട്ട് വിട്ടാ മതി. ശരി, താനും പാടൂ. ഇങ്ങനെ നാളത്തിലൂടെ കയറ്റി വിട്ടേക്കട്ടെ. പയ്യനെ കയറ്റിവിടാനുള്ളത് ശരിയാണ്. വാ സാറേ തിരി. ഡോണി തിരിയടാ. ധോണി, ഇന്ന് നടന്ന കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? സാറേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ. അപ്പു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവനെ എൻ്റെ വണ്ടി ഇരുത്തിയിട്ടാ പോയത്. പെട്ടെന്നൊരു വാൻ വന്ന് അവനിട്ടുകൊണ്ട് പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവര് കൊണ്ടുപോയി അവനെ. ഏകദേശം എത്ര മണിയോടെയാണ് കുട്ടി അവർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയത്? ഒരു 5-5:30 കാണും. ഓക്കെ. വണ്ടിയുടെ കളറോ മോഡലോ നമ്പറോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു ബ്ലൂ ഒമിനി വാൻ ആയിരുന്നു. നിയർ ബൈ ഷോപ്പുകളോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടായിരുന്നോ? ഇല്ല. ട്യൂഷന് പോയ അപ്പൂനെയാണല്ലോ അവർ തട്ടിക്കൊണ്ട് പോയത്. അപ്പോൾ സെയിം പാറ്റേൺ, സെയിം ടീം. എടോ, സിറ്റിയിൽ ഈയിടെയായിട്ട് പിള്ളേരുടെ മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ അന്വേഷണത്തിൽ 2 മിസ്സിംഗ് കേസുകളാണ് ഉള്ളത്. മാനമ്പള്ളി ഭാഗത്ത് ഒരു 8 വയസ്സ് പ്രായമുള്ള കുട്ടിയും പൂജാര ഭാഗത്ത് ഒരു 10 വയസ്സ് പ്രായമുള്ള കുട്ടിയുമാണ് മിസ്സിംഗ്. എത്ര പേരുണ്ടായിരുന്നു സാറേ? എടോ, അവർ 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരുത്തനൊരു ഭ്രാന്തനാണ്. അവനാണ് ഈ കുട്ടികളെല്ലാം തട്ടിക്കൊണ്ട് പോയിരുന്നത്. മറ്റവനാണ് ഒരു സൈക്കിക് നേച്ചറാണ്. അവന് സംസാരശേഷിയില്ല. അവനാണ് ഈ കുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോകുന്ന പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് മറ്റവന് കൊടുക്കുന്നത്. അവനാണ് ആ ഗ്യാങ്ങിൻ്റെ ലീഡർ. അവർ ആ കേസിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ചെന്നൈക്ക് പോയെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുള്ളത്.
പിന്നെ എഡ്വിൻ സാർ വളരെയധികം കഷ്ടപ്പെട്ടാണ് അവരെ കസ്റ്റഡിയിൽ എടുത്തത്. സാറേ, എന്നാ സാറിനോട് ഈ കേസിനെ പറ്റി സംസാരിച്ചില്ലായിരുന്നോ? എടോ, അതിപ്പോൾ എഡ്വിൻ സാറിൻ്റെ കറണ്ട് ലൊക്കേഷൻ നമുക്കറിയില്ല. അദ്ദേഹം ആ കേസ് അന്വേഷണത്തിനെല്ലാം ശേഷം ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. ഏകദേശം 1 മാസത്തിന് ശേഷം ചില പേഴ്സണൽ റീസൺ കൊണ്ട് അദ്ദേഹം ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യപ്പെട്ടു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. മൊഴി രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് നിങ്ങളെന്നാ പൊക്കോ, സാറിനോട് ഞാൻ പറഞ്ഞോളാം. പൊന്നാരെ തട്ടുകൊണ്ട് പോയടാ. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അവൻ പോലീസിന് മൊഴി കൊടുത്തോണ്ടിരിക്കുക. പോലീസ് എന്താ പറഞ്ഞു? എഴുതി മേടിച്ചിട്ടുണ്ടോ? ഹലോ, ഒന്നും അറിഞ്ഞില്ല. അവർ പോലീസുകാരെ അന്വേഷിക്കുന്നു. ഞാൻ വിളിക്കാം. അപ്പോൾ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ജീവനോടെ പോകാൻ പാടില്ല. ആരാ അത്? അതാ 1.5 വർഷവും ഇതേ കേസ് തെളിയിച്ച സബ് ഇൻസ്പെക്ടർ എഡ്വിൻ സാർ. നമസ്കാരം, ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. സിറ്റിയിലെ കുറേ നാളുകളായി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഗ്യാങ്ങിലെ പ്രധാന കണ്ണികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുവാൻ കൊണ്ടുവന്ന വഴി പോലീസിന്റെ കയ്യിൽ നിന്നും പ്രതികൾ രക്ഷപ്പെട്ടിരിക്കുന്നു. என்னையா வீரா, அப்படியே தோரணையா பேசிட்டு போன மயிறு. நம்ம பயலுன்னு உன்னை நம்பி ஒரு வேலையை கொடுத்து செய்ய சொன்னா நல்லா செஞ்சு விட்டுருக்கியா நீனு? யாரு குமார், நீ தேவையில்லாம ரூட்டை பேசிட்டு இருக்கியா? உன்னோட லந்தெல்லாம் என்கிட்ட காமிச்சது நானே மண்டை காமிச்சு போட்டிருக்கேன். என்னையா பயவிட்டு போச்சா? குணா, உனக்கெல்லாம் எதுக்கா கோபுரா?
பேசாம அந்த பயல்லாம் அடிச்சு விரட்டி விட்டு நீ பழைய தொழில் வட்டி காசு வாங்குற வேலையை பாரியா. உனக்கெல்லாம் அதான் சரி. இந்த வேலைக்கு நீ சரிப்பட்டு வர மாட்ட. நான் வேற பயல்களை வச்சு வேலையை முடிச்சுக்கிறேன். நீ போய் வட்டி காசு வாங்குற வேலையை பாரு. இங்க இரு குமாரு, இந்த பயல்கள் நம்மனா வேலைக்கு ஆகாது. இனி நம்மளே இறங்கி வேலையை முடிச்சிருவோம். ഈ പുള്ളിനൊന്നും വേണ്ടാത്ത അയാൾ സംസാരിക്കത്തില്ല ഊമയാ. அண்ணா மார்க் என்ன சொல்றாங்க? நம்ம பையன்களுக்கு இந்த மாதிரி குறுக்குது எங்க இருந்து வந்துச்சு? தேவையில்லாம லிஸ்ட்ல இல்லாத பையனை தூக்கிட்டு இந்த மாதிரி வேலை செஞ்சிருக்கா. நாகிரி நீ மட்டும் தனியா பார்த்துக்க மாட்டாரு. ஒழுங்கா சொல்லி தப்பிச்சு வை, இல்ல நான் உத வாங்கி செத்து போயிரு. ഇരണം നിങ്ങൾ എന്തെങ്കിലും ലിസ്റ്റിലത്തെ പയ്യനെ പൊക്കാൻ പോയത്? സാറേ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പേടിയുണ്ടായിട്ടല്ലേ. 5-6 ദിവസം ഒരു കൊച്ചിനെ കുളിപ്പിച്ച് താമസിക്കുന്ന ചെറുക്കല്ലേ. നീ അത് കൊച്ചിനെ പോക്ക് ബാക്കി നമുക്ക് മുന്നേ നോക്കാം.